സംസ്ഥാന മന്ത്രിസഭയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഒരു മന്ത്രി കൂടി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കൊല്ലത്തുകാർ. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കെ.എൻ. ബാലഗോപാലും ജെ. ചിഞ്ചുറാണിയും മന്ത്രിമാരാണ്. ഇതേ മേഖലയിൽ നിന്നാണ് ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനെന്ന നിലയിലും ചലച്ചിത്ര നടനെന്ന പ്രതിച്ഛായയോടും കൂടിയാണ് 2001 കെ ബി ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 2001 പത്തനാപുരം MLA ആയ കെ ബി ഗണേഷ് കുമാർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സിനിമയ്ക്കൊപ്പം തനിക്ക് രാഷ്ട്രീയവും ചേരുമെന്ന് തെളിയിച്ചു. 2001 മുതൽ തോൽവി അറിയാതെയാണ് പത്തനാപുരം മണ്ഡലത്തിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലേക്ക് എത്തുന്നത്. മുന്നണിക്കതീതമായി വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ വിജയത്തിന് അടിസ്ഥാനമായത്. പത്തനാപുരം താലൂക്കിന്റെ രൂപീകരണം മുതൽ എണ്ണിപ്പറയാവുന്ന വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കാനും കെ ബി ഗണേഷ് കുമാറിന് ഇക്കാലയളവിൽ കഴിഞ്ഞു. നിലപാടിന്റെ കാര്യത്തിലും അച്ഛന്റെ മകൻ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ. അഭിപ്രായങ്ങൾ മുന്നണിക്കകത്തായാലും പുറത്തായാലും തുറന്നു പറയുന്ന ശീലം ബാലകൃഷ്ണപിള്ളയെ പോലെ തന്നെ കെ ബി ഗണേഷ് കുമാറിനുമുണ്ട്. തെറ്റുകളോട് പൊട്ടിത്തെറിക്കുന്ന കെ ബി ഗണേഷ് കുമാർ പരിസരം പോലും നോക്കാറില്ല. ഈ ശൈലിക്ക് പൊതുസമൂഹത്തിന്റെ അംഗീകാരം എന്നും ഉണ്ടാകാറുണ്ട്. മികച്ച MLA എന്ന ഖ്യാതിയോടെയാണ് പത്തനാപുരത്തിന്റെ മണ്ണിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ്, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.